നടനും സംവിധായകനും എഴുത്തുകാരനുമൊക്കെയായ നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് ശ്രീനിവാസൻ. തീർത്തും അപ്രതീക്ഷിതമായ വിയോഗവാർത്ത തന്നെയാണ് ഇദ്ദേഹത്തിന്റേത്. മലയാള സിനിമാ മേഖലയിൽ സമസ്ത മേഖലകളിലായിട്ടാണ് ഇദ്ദേഹം തിളങ്ങി നിന്നത്. എഴുത്തുകാരനായിട്ടാണെങ്കിലും സംവിധായകനായിട്ടാണെങ്കിലും മികച്ച നടനായിട്ടാണെങ്കിലും സഹനടനായിട്ടാണെങ്കിലും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരൻ തന്നെയാണ്. മലയാളികൾക്കേറെ പ്രിയങ്കരനായ കോമഡിയൻ കൂടിയായ ശ്രീനിവാസൻ. 69 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. മോഹൻലാലിനോടൊപ്പമാണ് ഇദ്ദേഹം കൂടുതലും സിനിമകളിലൂടെ ശ്രദ്ധ നേടിയത്. അതല്ലാതെയും ഒരുപാട് നല്ല സിനിമകൾ നായകനായിട്ടും സഹനടനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. നീണ്ട 48 വർഷത്തെ സിനിമാ പാരമ്പര്യമാണ് ശ്രീനിവാസൻ സാറിനുള്ളത്. ചെറുതും വലുതുമായി ഒരുപാട് നല്ല സിനിമകൾ അഭിനയിച്ചു, മലയാളത്തിലും അന്യഭാഷകളിലുമായിട്ട്. രാവിലെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. 2 ദിവസത്തോളമായിട്ട് വലിയ അവശതകൾ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിരുന്നത്. 48 വർഷത്തെ സിനിമാ പാരമ്പര്യമുള്ള ശ്രീനിവാസൻ സാറാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് സമാന്തരപാത എന്ന ആശയം വരെ കൊണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് മലയാള സിനിമയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ്. അഭിനയത്തിലായാലും അഭിനയത്തിന് പുറമെ ആയാലും അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ തന്നെയും മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ്. 1956 ഏപ്രിൽ 4 ഇദ്ദേഹം ജനിക്കുന്നത്. നിലവിൽ 66 വയസ്സാണ്. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് മരണകാരണം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മറ്റൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. തൃപ്പൂണിത്തറയിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നീണ്ട നാളായിട്ട് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ ഇരിക്കവെ തന്നെയാണ് മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത്.